ജയ് ഹിന്ദ്. വെൽക്കം. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം. വെൽക്കം പാലക്കാട് അസാൾട്ടേഴ്സ്. 8 മാർച്ച് 2025 പാലക്കാട് യാക്കരയ്ക്ക് സമീപമുള്ള ഉദയം റിസോർട്ടിൽ വെച്ച് അതിഗംഭീരമായി പാലക്കാട് അസാൾട്ടേഴ്സിൻ്റെ 1ാം കുടുംബ സംഗമം ആഘോഷിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. പാലക്കാട് അസാൾട്ടേഴ്സിൻ്റെ കുടുംബസംഗമം 1ാം കുടുംബസംഗമം നടക്കുമ്പോൾ ഇതിൻ്റെ വീഡിയോ പകർത്താനോ അതല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എടുക്കാനോ നമ്മൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെ നിയമിച്ചിരുന്നില്ല. പാലക്കാട് അസാൾട്ടേഴ്സ് ഫാമിലിയുടെ കയ്യിലും അസാൾട്ടർമാരുടെ കയ്യിലും ഉണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേദിയിൽ പ്രാർത്ഥനാ ഗീതം ആലപിച്ചത് സീനിയർ അസാൾട്ടർ സുദേവൻ സാറിൻ്റെയും വേലായൻ സാറിൻ്റെയും പേരക്കുട്ടികളായിരുന്നു. പാലക്കാട് അസാൾട്ടേഴ്സിൻ്റെ കുടുംബസംഗമത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിയത് സീനിയർ അസാൾട്ടർ ശ്രീ മാധവൻ സാറായിരുന്നു. അദ്ദേഹവും പാലക്കാട് അസാൾട്ടേഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് വേദിയിൽ ഭദ്രദീപം കൊളുത്തി. ഇന്നു ഞാൻ നാളെ നീ എന്ന പ്രക്രിയയുടെ ഭാഗമായി കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയ അസാൾട്ടർ വിജയരാഘവൻ, അശോകൻ, അതുപോലെ തന്നെ കേരള അസാൾട്ടേഴ്സിൻ്റെ മൺമറഞ്ഞുപോയ നമ്മുടെ അസാൾട്ടർമാരെ ഓർത്തുകൊണ്ട് 1 മിനിറ്റ് നേരത്തെ മൗനപ്രാർത്ഥന. അതിനുശേഷം പാലക്കാട് അസാൾട്ടേഴ്സ് കുടുംബസംഗമത്തിൻ്റെ സെക്രട്ടറി അസാൾട്ടർ സ്വാഗത പ്രസംഗം നടത്തി. വിശിഷ്ട അതിഥി സീനിയർ അസാൾട്ടർ മാധവൻ സാറിനെ പാലക്കാട് അസാൾട്ടേഴ്സിൻ്റെ സീനിയർ അസാൾട്ടറായ ശ്രീ മോഹൻദാസ് സർ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാവരും ചേർന്ന് സ്വീകരിക്കുന്നു, ആദരിക്കുന്നു. പാലക്കാട് അസാൾട്ടർ കുടുംബത്തിലെ വീർ നാരികളായ മിസ്സിസ് വിജയരാഘവൻ, മിസ്സിസ് അശോകനെ വേദിയിൽ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. പാലക്കാട് അസാൾട്ടേഴ്സിലെ സീനിയർ അസാൾട്ടർമാരായ മിസ്റ്റർ ആൻഡ് മിസ്സിസ് മോഹൻദാസ് സാർ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് സുദേവൻ സാറിനെ വേദിയിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പാലക്കാട് അസാൾട്ടർ കുടുംബത്തിലെ മക്കളും കൊച്ചുമക്കളും ചേർന്ന് അവതരിപ്പിച്ച പാട്ടുകളും ഡാൻസുകളും ഈ പ്രോഗ്രാമിനെ ഒന്നുകൂടി ഭംഗിയാക്കിയെന്ന് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല.
വെള്ളം മുക്കി നോക്കി നീര് കമ്മിയായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ചെറിയൊരു ഫ്രാക്ചർ ഹെയർ ലൈനുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. അടപ്പല്ലേ മൈക്ക് ശരിയല്ല. കലാപരിപാടികൾ അവതരിപ്പിച്ച അസാൾട്ടർ കുടുംബത്തിലെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും പുരസ്കാരങ്ങൾ നൽകി ആശീർവദിച്ചു. വളരെ കൗതുകകരമായ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നമ്മുടെ അസാൾട്ടർ ഫാമിലിക്ക് അവിടെ കാണാൻ സാധിച്ചു. അതിൽ നമ്മുടെ കൊച്ചുകുട്ടികളായ നമ്മുടെ വിദ്യ സന്ദീപിൻ്റെ മകൾ, അതുപോലെ ഉഷ ഗോപാലകൃഷ്ണൻ്റെ പേരമകൾ, ഇവർ 2 കൊച്ചുകുട്ടികളും സ്റ്റേജിൽ ചെയ്ത പെർഫോമൻസ്, അവർ ആദ്യമായാണ് സ്റ്റേജിൽ കയറുന്നത്, കൊച്ചുകുട്ടികളാണ്. വളരെ കൗതുകത്തോടെ എല്ലാവരും ആ രംഗങ്ങൾ വീക്ഷിച്ചു. അവർക്ക് സ്പെഷ്യൽ പുരസ്കാരം നൽകി അവരെ ആദരിച്ചു. നമ്മുടെ ചീഫ് ഗസ്റ്റ് സീനിയർ അസാൾട്ടർ മാധവൻ സാർ അവരെ മടിയിലെടുത്താണ് അവർക്ക് പുരസ്കാരം നൽകി അവരെ ആദരിച്ചത്. അവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. चलो आगे, सबसे आगे, चलो आगे, सबसे आगे, चलो आगे। मीटर होगा हमारी मीटर होगा ഓക്കേ, ആർക്കും ചിരി വരട്ടെ. സെന്ററിലേക്ക് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ മതി. Ready, start.
അവിടെ ലാസ്റ്റ് 6.5 മീറ്ററാ 6.5 ഉണ്ട്. പാലക്കാട് അസാൾട്ടർ ഫാമിലി കുട്ടികൾ കുടുംബം എല്ലാവരും ചേർത്ത് നടത്തിയ ഫോട്ടോഷൂട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പിന്നീട് നമ്മുടെ പാലക്കാട് അസാൾട്ടേഴ്സിൻ്റെ പ്രസിഡൻറ്റ് അസാൾട്ടർ ശ്രീ ജനാർദ്ദനൻ സാർ എല്ലാവർക്കും നന്ദി പറഞ്ഞു. നമ്മുടെ യാക്കര പുതിയ റെസ്റ്റോറൻറ്റിൽ നമ്മുടെ എല്ലാം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എസ്പെഷ്യലി നമ്മുടെ ഗസ്റ്റ് മാനവ് സാഹിബിന് നമ്മുടെ പേരിലും നിങ്ങളുടെ ഫാമിലിയുടെ എല്ലാവരുടെ പേരിലും ഞാൻ ആദ്യമായി നന്ദി അറിയിച്ചു. നമ്മുടെ ഈ അടിപൊളി കുടുംബ സംഗമം ഒരുപാട് കുറവുകളോടെയാണ് നടന്നിരിക്കുന്നത്. ആദ്യ സംഗമമായിരുന്നു, അതിൻ്റേതായിട്ടുള്ള കുറവുകൾ ഇതിലുണ്ട്. വരും സമയം നമുക്ക് ഇതിലും നല്ല ഗ്രാൻഡായി ഈ പ്രോഗ്രാം നടത്താൻ സാധിക്കാൻ കഴിയട്ടെ, അതിനുള്ള അവസരം തരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഈ പ്രോഗ്രാമിലെ ഒരുപാട് ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. കാരണം നമ്മുടെ ഫോട്ടോഗ്രാഫർമാരുടെ എല്ലാവരുടെയും മൊബൈലിൽ പതിഞ്ഞ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത്. ആശംസാ പ്രസംഗങ്ങൾ നമ്മുടെ സീനിയർ അസാൾട്ടേഴ്സ് ചെയ്തിരുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റ് നമുക്ക് മോട്ടിവേഷൻ ചെയ്ത് സംസാരിച്ചിരുന്നു. അതിൻ്റെ എല്ലാം വീഡിയോസ് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, കാരണം എല്ലാം ഷൂട്ടായിട്ടില്ല എന്നാണ് കാരണം. പിന്നെ എല്ലാവരും നല്ല വിലപ്പെട്ട സമയം പാഴാക്കി നമ്മുടെ കുടുംബം കുട്ടികളെല്ലാവരും പാലക്കാട് നമ്മുടെ ലൊക്കേഷനിലെത്തി. അവർക്കെല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. നമ്മുടെ ദേശീയ ഗാനം, ഏറ്റവും ലാസ്റ്റ് ദേശീയ ഗാനത്തോടു കൂടിയാണ് ഇതിൻ്റെ സമാപനം നടന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ മോട്ടോ ഒരിക്കൽ കൂടി ഓർക്കുക, സദാ ആകെ സബ്സെ ആകെ. ജയ് ഹിന്ദ്.